Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Screen കാണാമോ? Okay. എന്നെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. അപ്പൊ ടെർമിനോളജി ടീച്ചർ ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. എന്റെ പേര് ആതിര എന്നാണ്. വാഹിദാബിസ് ഒരു ലോങ് ലീവ് ആയതുകൊണ്ട് ടീച്ചറാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ. സൗണ്ട് കിട്ടുന്നില്ലേ? റേഞ്ച് ഉള്ളിടത്തിരിക്കണേ. ഇപ്പൊ കേൾക്കാമോ? യെസ്, കേൾക്കാം. നിങ്ങളുടെ ലാസ്റ്റ് ചാപ്റ്റർ അല്ലേ ഇത്? ബാക്കിയെല്ലാം കഴിഞ്ഞോ? എങ്ങനെയാണ്? തേർഡ് കൂട്ടിയുണ്ട് അല്ലേ? ഓക്കെ. എത്ര കുട്ടികൾ ശരിക്കും കേറാറുണ്ട്? എത്ര സ്ട്രെങ്ത് ഉണ്ടാവാറുണ്ട്? അതായത് ചോദിച്ചത് ഈ കുട്ടികൾ കയറുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനാണ്. ആഫ്റ്റർനൂൺ അറിയില്ല നിങ്ങൾക്ക് അല്ലെ? ക്ലാസ്സിന്റെ സ്ട്രെങ്ത് ഇങ്ങനെ താഴെ കാണാറില്ലേ? എത്ര പേരുണ്ടാവുന്ന? ഉണ്ട്. മാക്സിമം എത്ര പേര് ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ട്? കുറവാണ് അല്ലെ? ഓക്കെ ഓക്കെ, ശരി. യെസ്, ചാപ്റ്റർ 15 മെഡിക്കൽ ടെർമിനോളജി. ഇതിനു മുൻപ് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ ടെർമിനോളജി? ഇല്ല. ഓക്കെ, ശരി. നമുക്ക് നോക്കാം, ഇൻട്രൊഡക്ഷൻ നോക്കാം. മെഡിക്കൽ ടെർമിനോളജി. The language of medicine originated from Greek and Latin. Medical terminology is employed in international language and it is also essential to communicate with other medical workers. Medical terminology is the language used to specifically describe the human body, elements, method, circumstances, etc. Understanding terminology requires words down into their separate components of prefix, suffix, and root word and having a solid practical knowledge of those parts. അപ്പോൾ ഈ മെഡിക്കൽ ടെർമിനോളജി എന്നൊരു ലാംഗ്വേജ് അല്ലെ, മെഡിസിന്റെ ഈ ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ നിന്നുമാണ് ഇത് ഒറിജിൻ ചെയ്തിരിക്കുന്നത് അല്ലെ. ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഇത് ഒറിജിൻ ചെയ്തിരിക്കുന്നത്.
ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ് അല്ലെ. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്. ഓക്കെ. And it is also essential to communicate with other medical workers. ഇത് എവിടെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമ്മള് മെഡിക്കൽ ടെർമിനോളജി എവിടെയാണ് യൂസ് ചെയ്യുന്നത്? എവിടെയാണ്? ആരാണ് യൂസ് ചെയ്യുന്നത്? ആരാണ്? യെസ്, മെഡിക്കൽ വർക്കേഴ്സ് ആണ് അല്ലെ. ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ. യെസ്, മെഡിക്കൽ ടെർമിനോളജി is the language used to specifically describe. എന്താണ് ഈ ടെർമിനോളജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്തിനെ കുറിച്ചിട്ടാണ് ഇതിൽ വിവരിക്കുന്നത്? എന്തിനെയൊക്കെ കുറിച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഹ്യൂമൻ ബോഡി, എലമെന്റ്സ്, മെത്തേഡ്സ്, സർക്കംസ്റ്റാൻസസ് അല്ലെ. അതായത് എന്തൊക്കെയാണ്? ഹ്യൂമൻ ബോഡീനെ കുറിച്ചിട്ട്, എലമെന്റ്സുകളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത് എന്താണ്? രോഗങ്ങളെയൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഈ മെഡിക്കൽ ടെർമിനോളജിക്ക് പ്രധാനമായിട്ടും 3 ഖണ്ഡങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 ടൈപ്സിലാണ്, അല്ലെങ്കിൽ 3 രീതിയിലാണ് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ടെർമിനോളജി എന്ന് പറയുന്നത് 3 സെപ്പറേറ്റ് കമ്പോണന്റ് ഉണ്ട് അതിന്. ഓക്കെ. ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രിഫിക്സ് ആണ്. സെക്കൻഡ് കമ്പോണന്റ് സഫിക്സ് ആൻഡ് തേർഡ് വൺ റൂട്ട് വേർഡ്. ഇത് കൂടാതെ നമ്മൾ അബ്രിവേഷൻസ് പഠിക്കും. ഷോർട്ട് നെയിംസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാറില്ലേ, ഷോർട്ട് വേർഡ്സുകൾ, അതാണ് അബ്രിവേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഒന്നുകൂടി നോക്കാം. എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്? എവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്? ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ വേർഡ് ആണ് അല്ലെ. ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് മെഡിക്കൽ ടെർമിനോളജി ഒറിജിൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ ഇന്റർനാഷണൽ ലാംഗ്വേജ്. ടീച്ചർ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. വേറൊന്നുമല്ല, ഇത്രയും ദിവസം കുറെ ടീച്ചേഴ്സ് കണ്ടിന്യൂ ചെയ്തെടുത്ത പോലെ അല്ലല്ലോ. വേറൊരു ടീച്ചർ പെട്ടെന്ന് വരുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. മനസ്സിലാവുന്നുണ്ടോ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്. മെഡിക്കൽ വർക്കേഴ്സ് ആണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. ഇനി മെഡിക്കൽ ടെർമിനോളജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഹ്യൂമൻ ബോഡീനെ കുറിച്ചിട്ട്, എലമെന്റ്സിനെ കുറിച്ച്, മെത്തേഡ്സിനെ കുറിച്ചിട്ട്, സർക്കംസ്റ്റാൻസ് എന്നിവയെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രൈബ് ആണ് എന്താ മെഡിക്കൽ ടെർമിനോളജിയിൽ വരുന്നത്. ഇതിന് 3 രീതിയിൽ 3 കമ്പോണൻസ് ആണ്, 3 സെപ്പറേറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ് വരുന്നത്. പ്രിഫിക്സ്, സഫിക്സ് ആൻഡ് റൂട്ട് വേർഡ്സ്. ഓക്കെ. യെസ്. അപ്പൊ എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? അതായത് മനുഷ്യ ശരീരത്തിന്റെ പല വിധത്തിലുള്ള ഭാഗങ്ങളെയും അവസ്ഥകളെയും പ്രക്രിയകളെയും ശാസ്ത്രീയമായിട്ടും കൃത്യതയോടെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് എന്ത്? മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. അതായത് മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങളെയും അവസ്ഥകളെയും പ്രക്രിയകളെയും ശാസ്ത്രീയമായിട്ടും കൃത്യതയോടെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് എന്ത്? മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. അതിൽ ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡിക്കൽ ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ, വേർഡ്സിനെയാണ് നമ്മൾ എന്ത് സൂചിപ്പിക്കുന്നത്? മെഡിക്കൽ ടേംസ് അല്ലെങ്കിൽ മെഡിക്കൽ പദങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. ക്ലിയർ ആണോ? യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇതിന് 3 കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. 3 കമ്പോണൻസ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ കമ്പോണന്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിഫിക്സ്. ഇത് ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. പ്രിഫിക്സ്, സഫിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലേ? കേട്ടിട്ടുണ്ടാവും. പഠിച്ചിട്ടില്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ? ഓക്കെ. എന്താണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്? ഒറ്റ വാചകത്തിൽ എന്തെങ്കിലും പറയാമോ പ്രിഫിക്സ് എന്താണെന്നാണ്? നമ്മൾ ശരിക്കും ഒരു മെഡിക്കൽ ടേമിന്റെ കൂടെ അല്ലെങ്കിൽ മെഡിക്കൽ ടേമിന്റെ മുൻഭാഗത്തായിട്ട് ഒരു മെഡിക്കൽ ടേമിന്റെ തുടക്ക ഭാഗത്ത് ചേർക്കുന്ന ഒരു വേർഡ് ആണ് എന്ത്? പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. മനസ്സിലായോ? അതായത് ഒരു മെഡിക്കൽ ടേമിന്റെ കൂടെ ബിഗിനിങ്ങിൽ തന്നെ അറ്റാച്ച് ചെയ്ത് വെക്കുന്ന വേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിഫിക്സ് എന്ന് പറയുന്നത്. നോക്കാം. A prefix means a word attached at the beginning of a word and generally describe the location and intensity. Okay, മനസ്സിലായോ? ഒരു വേർഡ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ആ വേർഡിന് തൊട്ട് മുൻപേ നമ്മൾ ചേർക്കുന്ന പദത്തെയാണ് എന്ത് പറയുന്നത്? പ്രിഫിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കാം.
A word attached at the beginning of a word and generally describe location and intensity. ഇത് സൂചിപ്പിക്കുന്നത് പ്രിഫിക്സ് സൂചിപ്പിക്കുന്നത് മെയിൻ ആയിട്ട് ലൊക്കേഷൻ ഒരു ഭാഗത്തിന്റെ ഇന്റൻസിറ്റി എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേർഡ്സുകളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ പറയൂലേ ഹൈപ്പർ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഹൈപ്പർ എന്ന വാക്ക്, ഹൈപ്പർ എന്ന് വെച്ചാൽ എക്സസീവ് എന്നാണ് അല്ലെ, എക്സ് എന്ന് വെച്ചാൽ കൂടുതൽ. അപ്പൊ ഇത് ടെൻഷൻ എന്ന വാക്കിന്റെ കൂടെ തൊട്ട് മുൻപിലായിട്ട് ഹൈപ്പർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ വായിക്കും? ടെൻഷന്റെ കൂടെ ഹൈപ്പർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വായിക്കും ഇതിനെ? യെസ്, ഹൈപ്പർ ടെൻഷൻ. മനസ്സിലായോ? അപ്പൊ ഒരു വേർഡിന്റെ ബിഗിനിങ്ങിൽ നമ്മൾ ചേർക്കുന്ന പദമാണ് എന്താ? പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹൈപ്പർ ടെൻഷൻ ആയത് ഒരു ഗ്യാപ്പ് ഇല്ല കേട്ടോ, ഒരുമിച്ചാണ് ഹൈപ്പർ ടെൻഷൻ എന്നുള്ളത്. ഓക്കെ, അതേപോലെ കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ പൈലറ്റ്, സബ്മറൈൻ, ട്രൈസിക്കിൾ. കണ്ടോ, ഇവിടെ പൈലറ്റിന് മുൻപിലാണ് എന്ത് ചേർത്തിരിക്കുന്നത്? ഓട്ടോ. കണ്ടോ, പൈലറ്റിന് മുൻപിലാണ് ഓട്ടോ ചേർത്തിരിക്കുന്നത്. ഇവിടെ നോക്കൂ, മറൈൻ. മറൈൻ മുൻപിൽ ചേർത്തിരിക്കുന്ന പ്രിഫിക്സ് ഏതാണ്? മറൈന് തൊട്ട് മുന്നിൽ ചേർത്തിരിക്കുന്ന പ്രിഫിക്സ് ഏതാണ്? സബ്. അപ്പൊ എങ്ങനെ വായിക്കാം നമുക്ക്? സബ്മറൈൻ. ഓക്കെ, സൈക്കിളിന് തൊട്ട് മുൻപിൽ ചേർത്തിരിക്കുന്ന പ്രിഫിക്സ് ഏതാണ്? ട്രൈ അല്ലെ, ട്രൈ സൈക്കിൾ. ഇതിന്റെ പ്രിഫിക്സിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാര്യം മനസ്സിലായോ? അപ്പൊ എന്താണ് പ്രിഫിക്സ് എന്ന്? ഓക്കെ, ഹൈപ്പർ ടെൻഷൻ എന്നുള്ളത് അവിടെ നിന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ടീച്ചർ. ഓക്കെ, and in medical as well as in scientific terminology, when a medical word, അപ്പോൾ ഇവിടെ വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു മെഡിക്കൽ വേർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വെന്റിലേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെ വെന്റിലേഷൻ? അതില് ഒരു പ്രിഫിക്സ് കണ്ടെയ്ൻ ചെയ്യാൻ പോകണം നമ്മള്. അതായത് എന്താണ്? പ്രിഫിക്സ് ആയിട്ട് നമ്മള് വെന്റിലേഷന്റെ കൂടെ ഹൈപ്പർ എന്ന് ചേർക്കുകയാണ്. ഓക്കെ, അപ്പൊ അതെന്താവും? എന്താവും? ആ വേർഡിന്റെ മീനിങ് ചേഞ്ച് ചെയ്യണം അല്ലെ. അപ്പൊ ഹൈപ്പർ വെന്റിലേഷൻ. ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രുതഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. ദ്രുതഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം എന്നാണ് ഹൈപ്പർ വെന്റിലേഷന്റെ അർത്ഥം വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു പദത്തിന്റെ കൂടെ ബിഗിനിങ്ങിൽ തന്നെ മറ്റൊരു വാക്ക് ചേർക്കുന്ന സമയത്ത് അവിടെ വേർഡ് ആ മീനിങ് ആണ് അവിടെ ചേഞ്ച് ആവുന്നത് അല്ലെ. പ്രിഫിക്സ് ചേർക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? മീനിങ്ങില് ചേഞ്ചസ് വരുന്നു. അപ്പൊ വെന്റിലേഷൻ എന്നുള്ള ഒരു വാക്കിന്റെ കൂടെ നമ്മൾ ഹൈപ്പർ എന്ന പ്രിഫിക്സ് ചേർക്കുന്ന സമയത്ത് അത് ആ വേർഡ് ആ മീനിങ് ചേഞ്ച് ആവുന്നു. ഹൈപ്പർ വെന്റിലേഷൻ അഥവാ ദ്രുതഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം എന്നായി മാറുന്നു. ഓക്കെ, യെസ്, മനസ്സിലായി ഉദാഹരണം പറഞ്ഞത്? ഇനി ഇപ്പൊ നമുക്കൊരു സംശയം വരാം, എല്ലാത്തിലും നമ്മൾ പ്രിഫിക്സ് ചേർക്കുമോ? ഇല്ല, എല്ലാ മെഡിക്കൽ ടേംസിലും നമ്മൾ പ്രിഫിക്സസ് യൂസ് ചെയ്യുന്നില്ല. നോട്ട് ഓൾ മെഡിക്കൽ ടേംസ് ഹാവ് പ്രിഫിക്സസ്. എല്ലാ മെഡിക്കൽ ടേംസിനും എന്തില്ല? പ്രിഫിക്സസ് ഇല്ല. ഓക്കെ, then to learn to identify a few of the more commonly used medical prefixes, you can make out the meaning of terms that may not be instantly familiar to you. അപ്പൊ നമുക്ക് എന്താണ് ഈ മെഡിക്കൽ ടേംസ് പഠിക്കണമെങ്കിൽ, എന്താണ് നമുക്ക് കൂടുതൽ പ്രിഫിക്സിനെ കുറിച്ചിട്ട് മനസ്സിലാക്കണമെങ്കിൽ എന്താണ്? അതിന്റെ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ പ്രിഫിക്സ് എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇതേപോലെ ഓരോ വാക്കിന്റെ അർത്ഥം നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഹൈപ്പർ എന്താണ്, വെന്റിലേഷൻ എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ, ഇതിന്റെ മീനിങ് അറിഞ്ഞാൽ മാത്രമേ അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പൊ കോമൺലി ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രിഫിക്സസ് ആണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കോമൺലി മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വേർഡ്സുകളാണ്, പ്രിഫിക്സ് വേർഡ്സുകളാണ്. അതിന്റെ മീനിങ്ങോട് കൂടി നിങ്ങൾ ആ PDF കണ്ടിട്ടുണ്ടാവും. കണ്ടോ, പ്രിഫിക്സ് ഉണ്ടായിരിക്കും, അതിന്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കും അത് പഠിക്കേണ്ടത്. ഓക്കെ, യെസ്, അപ്പൊ ക്ലിയർ ആണോ പിള്ളേരെ? പ്രിഫിക്സ് എന്താണെന്ന്? പ്രിഫിക്സ് മീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എ വേർഡ് അറ്റാച്ച്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ വേർഡ്. അത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്? പ്രിഫിക്സ് എന്ന വേർഡ് കൊണ്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ഏതെങ്കിലും ഒരു ലൊക്കേഷനെ കാണിക്കുന്ന അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഒക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിഫിക്സസ് എന്ന വേർഡ്സുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്, ഇവിടെ ഹൈപ്പർ എന്ന് പറയുമ്പോൾ ഇന്റൻസിറ്റി, എക്സസീവ് ആയിട്ടുള്ള ഒരു അർത്ഥമാണ് അവിടെ വരുന്നത് അല്ലെ. ഓക്കെ, മനസ്സിലായോ? അതാ പ്രിഫിക്സ് ക്ലിയർ ആണോ ഉള്ളത്? നെക്സ്റ്റ് നമുക്ക് നോക്കാം സഫിക്സസ്. നമ്മൾ പഠിച്ചു പ്രിഫിക്സ് എന്ന് പറയുന്നത് ഒരു വേർഡിന് ബിഗിനിങ്ങിൽ ചേർക്കുന്ന അറ്റാച്ച് ചെയ്യുന്ന വേർഡാണെന്ന് പഠിച്ചു. അപ്പൊ സഫിക്സ് എന്തായിരിക്കും? സഫിക്സ് എന്തായിരിക്കും? അപ്പോ എൻഡ് ഓഫ് ദ വേർഡ്സ് ആണ് അല്ലെ. യെസ്, വെരി ഗുഡ്.
Suffixes are used at the end of words to alter the real meaning. In medical terminology, a suffix normally point out indicates a procedure, condition, diseases, or part of speech. അപ്പോൾ നമുക്കറിയാം സഫിക്സ് യൂസ് ചെയ്യുന്നത് ഒരു വേർഡിന്റെ എൻഡിലാണ്, ഒരു വേർഡ് തുടങ്ങി അതിനെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സഫിക്സ് യൂസ് ചെയ്യുന്നത്. നോർമൽ ആയിട്ട് നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ സഫിക്സ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എന്തിനൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്താണ് ഉപയോഗിക്കുന്നത്? ഏതെങ്കിലും ഒരു പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്നതിന്, കണ്ടീഷനെ കുറിച്ച് വിവരിക്കുന്നതിന്, എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസിനെ കുറിച്ച് വിവരിക്കുന്നതിന്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ നിങ്ങള്. 99. ഓക്കെ. അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസീസസിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് ഓഫ് സ്പീച്ചിനെ കുറിച്ചിട്ട്, ഇത്തരം ഭാഗങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സഫിക്സസ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇപ്പൊ എൻഡ് ഓഫ് ദ വേർഡ് എന്നുള്ള ഭാഗം അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? പ്രൊസീജിയർ, കണ്ടീഷൻ, ഡിസീസസ് ഓർ പാർട്ട് ഓഫ് സ്പീച്ച്. A commonly used suffix is, നിങ്ങൾ അതൊന്ന് വായിച്ചേ. A commonly used suffix is, നിങ്ങൾ എങ്ങനെയാണ് അതിൽ വായിച്ചത്? ഈസ് കഴിഞ്ഞിട്ടുള്ള സെന്റൻസിനെ നിങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നത്? ഇറ്റ്സ് എന്നാണോ വായിച്ചത്? ഇറ്റ്സ് അല്ല അല്ലെ, എന്താണത്? ഐറ്റിസ് ആണ് കേട്ടോ. ഐറ്റിസ്, ഐറ്റിസ് ആണ് കേട്ടോ. ഇറ്റ്സ് അല്ല, ഐറ്റിസ്. അവിടെ മലയാളത്തിലെങ്കിലും ഒന്ന് എഴുതി വെക്കണേ. ഐ, നമ്മൾ ഐരാവതത്തിന്റെ ഐ ഇല്ലേ, അതെ. ഐറ്റിസ്, ഐറ്റിസ്. ഇറ്റ്സ് അല്ല, ഐറ്റിസ്. അതൊരു സഫിക്സ് ആണ്. നമ്മൾ കോമൺ ആയിട്ട് മെഡിക്കൽ ടേംസിൽ ഉപയോഗിക്കുന്ന ഒരു സഫിക്സ് ആണ് എന്ത്? ഐറ്റിസ്. ഓക്കെ, പ്രൊനൗൺസിയേഷൻ നോക്കാം. ഐറ്റിസ്. ഓക്കെ, യെസ്. വിച്ച് മീൻസ്, അതിന്റെ അർത്ഥം എന്താണ്? ഇൻഫ്ലമേഷൻ അഥവാ വീക്കം എന്നൊക്കെ പറയൂലേ നമ്മൾ, വീക്കം. ഇൻഫ്ലമേഷൻ എന്നാണ് ഐറ്റിസിന്റെ മീനിങ് എന്ന് പറയുന്നത്. When this suffix is paired with a prefix, ഇനി നമ്മൾ ഈ സഫിക്സിന്റെ കൂടെ ഒരു പ്രിഫിക്സ് വേർഡ് ചേർക്കാൻ പോവുകയാണ്. പ്രിഫിക്സ് നമ്മൾ എവിടെയാണ് ചേർക്കുന്നത്? എവിടെയാണ് ചേർക്കുന്നത് നമ്മള്? എവിടെയാണ് പിള്ളേരെ പ്രിഫിക്സ് ചേർക്കുന്നത്? ബിഗിനിങ്ങില്. യെസ്. അപ്പൊ ഈ ഐറ്റിസ് എന്ന വാക്കിന്റെ കൂടെ നമ്മള് പ്രിഫിക്സ് ആയ ആർത്രോ, ആർത്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയിന്റ് എന്നാണ് അതിന്റെ അർത്ഥം. ജോയിന്റ്. ഓക്കെ, യെസ്. അപ്പൊ ഐറ്റിസിന്റെ കൂടെ ആർത്രോ എന്ന വാക്ക് ആദ്യം നമ്മൾ ചേർക്കുമ്പോൾ അതിനെ നമ്മൾ എന്ത് വേർഡ് എങ്ങനെയായിരിക്കും വായിക്കുന്നത്? The word that comes out is എന്താണ്? ആർത്രൈറ്റിസ് അല്ലെ? എന്താണ് വായിക്കുന്നത് നമ്മള്? ആർത്രൈറ്റിസ്. ഓക്കെ, ആർത്രൈറ്റിസ് എന്നാണ് വായിക്കുന്നത് അല്ലെ? കണ്ടോ? വേർഡ് കണ്ടോ? കാണുന്നുണ്ടോ? യെസ്, ആർത്രൈറ്റിസ് എന്നാണ് വായിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? An inflammation of the joints, അതായത് സന്ധിവാതം എന്ന് പറയും നമ്മള് അല്ലെ? അതായത് ഐറ്റിസിന്റെ മീനിങ് എന്താണ്? ജോയിന്റ് എന്നാണ് അല്ലെ? ഐറ്റിസിന്റെ മീനിങ് എന്താണ്? ജോയിന്റ്. ആർത്രോന്റെ മീനിങ് എന്താണ്? ആർത്രോന്റെ മീനിങ് എന്താണ് നമ്മൾ പറഞ്ഞത്? സോറി, ഐറ്റിസിന്റെ മീനിങ് ആണ് ഇൻഫ്ലമേഷൻ, ആർത്രോന്റെ മീനിങ് ആണ് ജോയിന്റ്. അപ്പൊ ഈ രണ്ട് വാക്കുകളും കൂടി ചേർന്ന സമയത്ത് അത് എന്തായി മാറുന്നു? An inflammation of the joints അഥവാ സന്ധിവാതം എന്നൊരു വാക്കായി മാറുന്നു അല്ലെ? നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ഡിസീസസിനോ കണ്ടീഷനെയോ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സഫിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? ഓക്കെ, അശ്വതിക്ക് മനസ്സിലായില്ല? എന്താണോ മനസ്സിലാവാഞ്ഞത്? ചോദിക്കൂ. നോ പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. എന്താണ് മനസ്സിലാവാഞ്ഞത്? കേറിയുള്ളൂ. ഓക്കെ, അശ്വതി ഒന്നുകൂടി പറയാം. നമ്മള് ഒരു മെഡിക്കൽ ടേമിന്റെ കൂടെ ആദ്യം ഫസ്റ്റ് വേർഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വെന്റിലേഷൻ എന്നാണ് ഒരു പദത്തിന്റെ കൂടെ നമ്മൾ ഹൈപ്പർ എന്ന പ്രിഫിക്സ് ചേർക്കുമ്പോൾ അത് എന്ത് വേർഡായി മാറി? ഹൈപ്പർ വെന്റിലേഷൻ എന്നമായി മാറി. ഓക്കെ, ഇനി സഫിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വേർഡിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നമ്മൾ. അതായത് ഒരു വേർഡിന്റെ എൻഡിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സഫിക്സ് എന്ന വാക്ക് ഉപയോഗിക്കും, സഫിക്സ് എന്ന വേർഡ്സ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഏതെങ്കിലും മെഡിക്കൽ കണ്ടീഷനോ ഡിസീസസോ എന്തെങ്കിലുമൊക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഫിക്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഐറ്റിസ്, ഐറ്റിസ് എന്ന വാക്കിന് അർത്ഥം ഇൻഫ്ലമേഷൻ ആണ്, വീക്കം എന്നാണ്. ഐറ്റിസ് എന്ന വാക്കിന്റെ കൂടെ പ്രിഫിക്സ് ആയ ആർത്രോ ചേർക്കുമ്പോൾ അതെന്തായി മാറി? ആർത്രൈറ്റിസ് ആയി അല്ലെ? ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സന്ധിവാതം എന്നൊരു വാക്കാണ് അല്ലെ? അപ്പൊ അവിടെ മീനിങ്ങിലും ചേഞ്ച് വരാൻ. ഓക്കെ, അത്ര നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. യെസ്. സംടൈംസ്
It is essential to alter the last letter or letters or the root word or prefix when a suffix is added to make a pronunciation easier. അപ്പൊ നിങ്ങൾക്ക് സംശയം വരും എന്തിനാണ് അങ്ങനെ ഇങ്ങനെ ചേർക്കുന്നത് അല്ലെ? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചേർക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രിഫിക്സും സഫിക്സും കൂട്ടിച്ചേർക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഈസിയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? ഇപ്പോ ഐറ്റിസ് എന്നുള്ളൊരു വാക്കുകൾ നമുക്ക് എല്ലാ സമയത്തും ഇങ്ങനെ പ്രൊനൗൺസിയേഷൻ കുറച്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ചില ലെറ്റേഴ്സുകൾ വരുന്ന സമയത്ത് അല്ലെ? അപ്പൊ പ്രൊനൗൺസിയേഷൻ കുറച്ചുകൂടി ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൽ എന്ത് ഉപയോഗിക്കുന്നത്? ഇത്തരത്തിലുള്ള പ്രിഫിക്സും സഫിക്സും യൂസ് ചെയ്തുകൊണ്ട് മെഡിക്കൽ ടെർമിനോളജികൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ രണ്ടും ക്ലിയർ ആണോ? പ്രിഫിക്സ് ആൻഡ് സഫിക്സസ് മനസ്സിലായോ? ക്ലിയർ ആണ്. ഇനി മനസ്സിലായില്ലെന്നാണെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ ഒന്നും കൂടി ടെക്സ്റ്റ് എടുത്ത് ഒന്നും കൂടി വായിച്ചു നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു മെഡിക്കൽ ടെർമിനോളജിക്ക് 3 സെപ്പറേറ്റ് കമ്പോണന്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ പ്രിഫിക്സ് പഠിച്ചു, സഫിക്സ് പഠിച്ചു. അടുത്തത് എന്താണ്? റൂട്ട് വേർഡ്സ് ആണ്. എന്താണ് റൂട്ട് വേർഡ്സ് എന്ന് പറയുന്നത്? The chief part or stem of a word is known as root word. എന്താണ്? ഒരു ഭാഗത്തിന്റെ അല്ലെങ്കിൽ ഒരു ചീഫ് പാർട്ടാണ്, ഒരു വേർഡിന്റെ ചീഫ് ആയിട്ടുള്ള ഒരു പാർട്ടിന് അല്ലെങ്കിൽ സ്റ്റെമ്മിനാണ്. സ്റ്റെം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു ചെടിയുടെ സ്റ്റെം അല്ല ഏറ്റവും വലുത് അല്ലെങ്കിൽ ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഒരു ചെടിക്ക് വളരുമ്പോ സ്റ്റെം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മള് ആ സ്റ്റെമ്മിൽ കൂടിയാണ് എന്ത് വരുന്നത്? ഇല വരുന്നതും കായ് വരുന്നതും പൂക്കൾ ഉണ്ടാവുന്നതൊക്കെ എന്തിൽ കൂടിയാണ്? സ്റ്റെമ്മിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ റൂട്ട് വേർഡ് എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത് അല്ലെ? ഇത്രയും കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്താണ് അത് നിൽക്കുന്നത്. യെസ്, അപ്പോ ഇറ്റ്സ് എ ഫണ്ടമെന്റൽ, ഇറ്റ്സ് എ എസെൻഷ്യൽ പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം ആണ്. അതായത് റൂട്ട് വേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ എസെൻഷ്യൽ പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം. ഒരു മെഡിക്കൽ ടേമിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയ എസെൻഷ്യൽ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തെയാണ്, വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൂട്ട് വേർഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. The chief part or stem or a word is known as the root word. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യണേ. റൂട്ട് വേർഡ് എന്ന് പറയുന്നത് എന്താണ്? എസെൻഷ്യൽ പാർട്സ് ആണ്. ഒരു മെഡിക്കൽ ടേമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത്? റൂട്ട് വേർഡുകൾ എന്ന് പറയുന്നത്. എന്താണ് ഈ റൂട്ട് വേർഡ്സ്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ക്യാരി ചെയ്യുന്നത് നോക്കാം. A root word carries the essential meaning of the word and frequently points out a body part. A root word carries the essential meaning of the word and frequently point out of a body part. The root words നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തിനെ കാണിക്കുന്നതാണ്. ഏത് പ്രത്യേക ഭാഗത്തിനായിരിക്കും സൂചിപ്പിക്കുന്നത്? സാധാരണയായിട്ട് ഏതെങ്കിലും നമ്മുടെ ബോഡി പാർട്സിന്റെ അല്ലെ? ബോഡി പാർട്സിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. റൂട്ട് വേർഡ്സുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? ഏതെങ്കിലും ഒരു ബോഡി പാർട്സിന്റെ ഭാഗങ്ങളെയാണ് നമ്മൾ റൂട്ട് വേർഡ്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഓക്കെ, with a combining form the root word and combining vowels like I, E, O. അപ്പോൾ റൂട്ട് വേർഡ്സിന്റെ കൂടെ നമ്മൾ വൗവൽസ് ബ്ലെൻഡ് ചെയ്യും. അതായത് വൗവൽസ് കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ചില റൂട്ട് വേർഡ്സുകൾ വായിക്കുന്നത്. വൗവൽസ് എന്ന് പറയുമ്പോൾ എല്ലാം വരുന്നില്ല. ഏതൊക്കെയാണ് വരുന്നത് വൗവൽസ് ആയിട്ട്? ഇവിടെ I, E, O. A, E, I, O പഠിച്ചിട്ടില്ല നിങ്ങൾ? വൗവൽസ് അറിയാലോ എല്ലാവർക്കും. അപ്പൊ ഇവിടെ എങ്ങനെയാണ് റൂട്ട് വേർഡിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന കോണ്ടെയിൻ ചെയ്യുന്ന വാക്കുകൾ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ വൗവൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? I, E, O. Or may be blended with another root word, a prefix or a suffix to describe a particular structure or condition. അപ്പൊ നമ്മള് പ്രിഫിക്സും സഫിക്സും എന്തിനെ കുറിച്ചിട്ടുള്ള പറയുന്നതാണെന്നാണ് നമ്മൾ പഠിച്ചത്? ഏതെങ്കിലും ഒരു കണ്ടീഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ? ഇതെന്ന് പറയുന്നത് എന്താണ്? റൂട്ട് വേർഡ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു ബോഡി പാർട്സിനെ മാത്രമാണ് അല്ലെ? അതായത് സാധാരണ ഏതെങ്കിലും ഒരു ഓർഗൻസിനെ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നതാണ് എന്ത്? റൂട്ട് വേർഡ്സിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ റെഗുലർലി യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. റെഗുലർലി യൂസ്ഡ് ടേംസ് ഇൻ EMS. എന്താണ് EMS എന്ന് പറയുന്നത്? എമർജൻസി മെഡിക്കൽ സർവീസസ് അല്ലെ? എമർജൻസി മെഡിക്കൽ സർവീസസിൽ ഉപയോഗിക്കുന്ന പേഷ്യൻ നമുക്കറിയാം. CPR നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? CPR എമർജൻസി സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്നതാണ് അല്ലെ? കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ അല്ലെ? ഓക്കെ,
ഇവിടെ നിന്ന് നിങ്ങൾ നോക്കി ആ വാക്കെടുത്തൊന്ന് നോക്കി ആ വേർഡ്സില് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ഒറ്റ വാക്കാണോ അത്? ഒറ്റ വാക്കല്ല, രണ്ട് വാക്കുകളാണ് അല്ലെ? ഇല്ല, നോക്കിയേ, കണ്ടോ? കാർഡിയോ പൾമണറി. നോക്കൂ, കാർഡിയോ മീൻസ് എന്താണ്? ഇനി നമുക്ക് ഈ വാക്കുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യണം. ഈ വാക്കുകൾ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കിയേ, മുറിച്ച് നോക്കിയേ. When we break it down, cardio is a root word. Cardio എന്ന് പറയുന്നത് റൂട്ട് വേർഡ് ആണ്. കാർഡിയോ മീൻസ് എന്താണ് നമ്മുടെ? കാർഡിയോ എന്താണ്? നമ്മൾ പറഞ്ഞ ഒരു ശരീരഭാഗത്തെ അല്ലെങ്കിൽ സാധാരണമായിട്ട് ഇതൊരു ബോഡി പാർട്സിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. യെസ്, വെരി ഗുഡ്. ഹാർട്ട് അല്ലെ? ഹാർട്ടിനെ കുറിച്ചിട്ടാണ് എന്താ കാർഡിയോ എന്ന് പറയുന്നത്. അതൊരു റൂട്ട് വേർഡ് ആണ്. ആൻഡ് പൾമണറി മീൻസ് എന്താണ്? പൾമണറി എന്താണ്? റൂട്ട് വേർഡ് ആണ്, ലങ്സ് ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പൊ നമ്മൾ ഈ രണ്ട് വാക്കുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോ അതായത് നമ്മൾ പറഞ്ഞു റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഒരു ശരീരഭാഗത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇത് ഏത് ശരീരഭാഗമാണ്? ഹാർട്ട് എന്ന ഭാഗത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹാർട്ട് ആൻഡ് ലങ്സ്. ഓക്കെ, യെസ്. അതുകൊണ്ടാണ് അതിനെ ഇത് രണ്ട് വേർഡ്സ്, കാർഡിയോ എന്നതും അതേപോലെ തന്നെ എന്താണ് പൾമണറി എന്ന് പറയുന്നതും റൂട്ട് വേർഡുകളാണ്. ഓക്കെ, മനസ്സിലായോ എന്താണ് റൂട്ട് വേർഡ് എന്ന്? ഒരു ശരീരഭാഗത്തെ സൂചിപ്പിക്കുന്ന എല്ലാ വേർഡ്സുകളും എന്താണ്? റൂട്ട് വേർഡ്സിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ CPR എക്സിക്യൂട്ട് ചെയ്യുന്നത്? CPR കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇത് ചെയ്യുന്ന പ്രവർത്തനം കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. CPR എന്താണെന്നുള്ളത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. എങ്ങനെയാണ് CPR കൊടുക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത്? By executing CPR, we introduce air into the lungs and circulate blood by pressing the heart to receive the patient. അല്ലെ? ഈ പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത്? CPR കൊടുക്കുന്നത് പ്രോസസ് എങ്ങനെയാണ്? നമ്മളെ ശ്വാസകോശത്തിലേക്ക് വായു കടത്തിവിടുകയും രോഗിയെ പുനരുജ്ജീവിക്കാൻ വേണ്ടിയിട്ട് ഹൃദയത്തിൽ അമർത്തും അല്ലെ? ഹൃദയത്തിൽ നന്നായിട്ട് പ്രസ് ചെയ്തതിനു ശേഷമാണ് നമ്മളെ രക്തവിതരണം ഹൃദയത്തിലേക്ക് കുട്ടി കൊടുക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ നമ്മളെ പ്രസ് ചെയ്തതിനു ശേഷം ആള് പെട്ടെന്ന് തന്നെ ചുമക്കുന്നുണ്ടല്ലേ നമ്മൾ CPR കൊടുത്തതിനു ശേഷം. ഓക്കെ, ആ ഒരു പ്രോസസ്സാണ് അതിന്റെ അകത്ത് നടക്കുന്നത്. അതിന്റെ അർത്ഥമാണ് അവിടെ കൊടുക്കുന്നത് കേട്ടോ, വേറൊന്നുമില്ല അവിടെ. റൂട്ട് വേർഡ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ശരീരഭാഗങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് കാർഡിയോ പൾമണറി ആണ്. നമ്മൾ അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ എന്താണ്? കാർഡിയോ ആൻഡ് പൾമണറി. കാർഡിയോ മീൻസ് ഹാർട്ട് ആൻഡ് പൾമണറി മീൻസ് ലങ്സ്. ഇത് രണ്ടും എന്താണ്? റൂട്ട് വേർഡ്സുകളാണ്. ഓക്കെ, some root words may also be used as prefix or suffixes. എന്താ പറയുന്നത്? some root words may also be used as prefixes or suffixes. എന്താ പറയുന്നത്? ചില റൂട്ട് വേർഡ്സുകൾ പക്ഷെ നമ്മൾ പ്രിഫിക്സും സഫിക്സും ആയിട്ടും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ചില റൂട്ട് വേർഡ്സുകളൊക്കെ നമ്മൾ പ്രിഫിക്സ് ആയിട്ടും സഫിക്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മളത് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ വേർഡ്സ് കാണുമ്പോൾ. ഓക്കെ, ക്ലിയർ ആണോ പിള്ളേരെ റൂട്ട് വേർഡ്? നമുക്കറിയാം അബ്രിവേഷൻസ് അല്ലെ? അബ്രിവേഷൻ എന്താണ്? അബ്രിവേഷൻ ഷോർട്ട് ടേംസ് ആണ് അല്ലെ? ഷോർട്ട് നോട്ട്സുകൾ നമ്മൾ പറയാറുണ്ട്. സിമ്പിൾ ആണല്ലോ, നമുക്ക് ഇഷ്ടമാണ് അബ്രിവേഷൻസ് ഒക്കെ പഠിക്കാനായിട്ട്. പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. Abbreviations are words which are used to shorten notes or documentation. നമ്മൾ വലിയൊരു എക്സ്പ്ലനേഷൻസിനെ അല്ലെങ്കിൽ വലിയൊരു കാര്യത്തെ നമ്മൾ വളരെ ചെറുതായിട്ട് ഒറ്റ വാക്കിൽ തിരുത്തുന്നതാണ് എന്താ, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷോർട്ട് ആൻഡ് ഫോംസിലേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ അബ്രിവേഷൻസ് എന്ന് പറയുന്നത്. Okay, abbreviations are words which are used to shorten notes or documentation. Okay, when using abbreviations in patient care reports, we had better use only standard accepted abbreviations to avoid confusion and errors. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ അബ്രിവേഷൻസ് യൂസ് ചെയ്യുന്നത്? എന്തിനാണ്? ഇതിന് വേണ്ടിയിട്ടാണ് പേഷ്യന്റ് കെയർ റിപ്പോർട്ട്സിലാണ് നമ്മൾ കൂടുതലായിട്ടും. നമ്മളിപ്പോ ഒരു ഡോക്ടർ നമുക്കൊരു പ്രിസ്ക്രിപ്ഷൻ എഴുതിയതിനു ശേഷം നമ്മൾ എന്തൊക്കെയോ കാണുന്നുള്ളൂ, ചില ചെറിയ വേർഡ്സുകൾ കാണാറുണ്ട്, എന്താണെന്ന് നമുക്ക് മനസ്സിലാവാറില്ല അല്ലെ? പക്ഷെ ഇതെന്താണ്? അത് മെഡിക്കൽ ടെർമിനോളജിയാണ് അല്ലെ? അബ്രിവേഷൻസ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ? അപ്പോ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേർഡ്സുകളാണ്, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അബ്രിവേഷൻസ് ആണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? പേഷ്യന്റ് കെയർ റിപ്പോർട്ട്സിൽ ഉപയോഗിക്കുന്നത്. ഇനി ഈ അബ്രിവേഷൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നു? കൺഫ്യൂഷൻസ് ആൻഡ് എറേഴ്സ്. നമ്മളൊരു രോഗിയെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ എക്സ്പ്ലനേഷൻസിലൂടെ കൊടുക്കുന്നതിൽ നല്ലത് വളരെ ഷോർട്ട് ഫോംസിൽ എഴുതുന്നതല്ലേ?
അതായത് പ്രത്യേകിച്ച് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ വായിക്കാനാണോ ലൈഫ് സേവ് ചെയ്യാനാണോ നമ്മൾ നോക്കുന്നത്? ലൈഫ് സേവ് ചെയ്യാനാണ് നോക്കുന്നത് അല്ലെ. അപ്പൊ കൺഫ്യൂഷൻസും മറ്റു തെറ്റുകുറ്റങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അബ്രിവേഷൻസ് യൂസ് ചെയ്യുന്നത്. എല്ലാ ഡോക്യുമെന്റേഷൻസിലും പ്രത്യേകിച്ച് പേഷ്യന്റ് കെയർ റിപ്പോർട്ട്സിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അബ്രിവേഷൻസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? അവർ കൺഫ്യൂഷൻ ആൻഡ് എറേഴ്സ്, ഏതെങ്കിലും തരത്തില് ആശയക്കുഴപ്പങ്ങൾ അതേപോലെ തന്നെ എന്താണ് ഇറേഴ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അബ്രിവേഷൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, this list it mean to help decipher documents written by other healthcare professionals. Decipher എന്ന് പറയുന്നത് എന്താണ്? നമ്മള് ഡോക്ടേഴ്സ് എഴുതുന്ന ഡോക്യുമെന്റ്സിൽ മറ്റുള്ളവർക്ക് കൂടി അതല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ വർക്ക് ചെയ്യുന്ന മറ്റു ഡോക്ടേഴ്സിന് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കണം അല്ലെ. ഡെസിഫർ മീൻസ് മനസ്സിലാക്കുക എന്നൊരു അർത്ഥമാണ് കേട്ടോ. എന്ത് ഡോക്യുമെന്റ്സിൽ എന്താണോ എഴുതുന്നത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് കൊടുക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അബ്രിവേഷൻസ് കൊടുക്കുന്നത്. ഒരു രോഗിയെ കുറിച്ചുള്ള സിറ്റുവേഷൻസ് വളരെ ഷോർട്ട് ടേൺ ഫോമിലാണ് ഡോക്യുമെന്റ്സിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരു അബ്രിവേഷൻ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ബിഫോർ യൂസിങ് എൻ അബ്രിവേഷൻസ് ഇൻ റിപ്പോർട്ട്, ഏതെങ്കിലും പേഷ്യന്റ് റിപ്പോർട്ട്സിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അബ്രിവേഷൻസ് എഴുതുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം എന്ത് അറിഞ്ഞിരിക്കണം? It is essential to familiar with approved use of abbreviations in your local jurisdiction or service area. അതായത് നമ്മളുടെ സർവീസ് ഏരിയയിൽ അല്ലെ, നമ്മളുടെ ഒരു ഹോസ്പിറ്റൽ ചുറ്റുപാടില് അപ്രൂവ് ചെയ്തിട്ടുള്ള അബ്രിവേഷൻസ്, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കോമൺ ആയിട്ടുള്ള കുറച്ച് അബ്രിവേഷൻസ് ഉണ്ട്. അത് നമ്മുടെ ലോക്കൽ ഏരിയാസിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സർവീസ് ഏരിയാസിൽ ഉപയോഗിക്കുന്ന ആ അബ്രിവേഷൻസ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് അറിഞ്ഞിട്ട് വേണം നമ്മൾ നമ്മുടെ ഡോക്യുമെന്റ്സിൽ നമ്മളത് ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, അതായത് നോർമലി ഉപയോഗിക്കുന്നതും അറിഞ്ഞിരിക്കണം, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അബ്രിവേഷൻസ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അബ്രിവേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കൽ ടേംസിന്റെ ഷോർട്ട് നോട്ട്സ് ആണ് അല്ലെ, ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സുകളാണ് നമ്മൾ അബ്രിവേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? മെഡിക്കൽ ടെർമിനോളജി, ഇൻട്രൊഡക്ഷൻ തുടങ്ങി പ്രിഫിക്സ്, സഫിക്സ്, റൂട്ട് വേർഡ്, അബ്രിവേഷൻ. ടീച്ചർ ഒന്നും കൂടി ഒന്ന് വെറുതെ പറഞ്ഞു പോയത് കേട്ടോ, ബ്രീഫായിട്ട്. ഇനി ഇൻട്രോ ഭാഗത്ത് പറയുന്നില്ല, പ്രിഫിക്സ് തുടങ്ങി പറയുന്നുള്ളൂ. പ്രിഫിക്സ് എന്താണ്? ഒരു മെഡിക്കൽ ടേമിന്റെ തുടക്ക ഭാഗമാണ് പ്രിഫിക്സ്. സഫിക്സ് ഒരു മെഡിക്കൽ ടേമിന്റെ അവസാന ഭാഗമാണ്. റൂട്ട് വേർഡ് എന്ന് പറയുന്നത് എന്താണ്? എസെൻഷ്യൽ പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം അല്ലെ, അതൊരു ബോഡി ഓർഗൻസിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അബ്രിവേഷൻസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേൺ ഫോംസ് ആണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്ര വലിയ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടൊന്നും പഠിക്കേണ്ടത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിഫിക്സും അതിന്റെ മീനിങ്ങും ആണ്. ഓക്കെ, ടീച്ചർ പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, കാരണം ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ടിക്ക് ചെയ്തു പോകും. അത് മാത്രം നിങ്ങൾ ബൈ ഹാർട്ട് ആക്കി പഠിക്കുക. ഓക്കെ, എക്സാമിന് ഒരു നമ്പർ പറയും, ഏത് നമ്പറിലാണ് ടിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും, അതനുസരിച്ച് ടിക്ക് ചെയ്ത് പോവാം. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഫസ്റ്റ് പ്രിഫിക്സ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ മീനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, നമ്മൾ ഫസ്റ്റ് വൺ എ കഴിഞ്ഞിട്ട് അവിടെ ഒരു ഹൈഫൺ ഉണ്ട്. അതാണ് എന്താ ഉദ്ദേശിക്കുന്നത്? ആ പ്രിഫിക്സിന് ശേഷം അവിടെ ബാക്കിയുള്ള ഒരു വേർഡ് തുടരും എന്നൊരു മീനിങ് ആണ് കേട്ടോ. എ കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഉള്ളത് എക്ക് ശേഷം ഇനി വരാനുണ്ട്, ഇനി ഒരു വേർഡ് അവിടെ ചേർക്കുന്നുണ്ട് എന്നുള്ളൊരു മീനിങ് ആണ് ഹൈഫൺ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എ എന്ന് സൂചിപ്പിക്കുന്നതിന്റെ മീനിങ്, അർത്ഥം എന്താണ്? വിത്തൗട്ട്, അല്ലെങ്കിൽ എല്ലാ വേർഡ്സിനും രണ്ട് അർത്ഥം വെച്ചിട്ടൊക്കെ വരുന്നുണ്ട്, 3 അർത്ഥം വെച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കി പഠിക്കാതെ. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? വിത്തൗട്ട് അല്ലെങ്കിൽ ഫോർ വാണ്ട് ഓഫ്. വിത്തൗട്ട് മീൻസ് എന്താണ്? ഇല്ലാതെ, ഇല്ലാതെ. അല്ലെങ്കിൽ ഫോർ വാണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമായിരിക്കുക, ആവശ്യമായിരിക്കുക. ഒന്ന് എഴുതി പോണെങ്കിൽ എഴുതി പോയിക്കോളൂ കേട്ടോ. വിത്തൗട്ട് എന്ന് പറയുന്നത് ഇല്ലാതെ, അല്ലെങ്കിൽ മറ്റൊരർത്ഥം എന്താണ്? ഫോർ വാണ്ട് ഓഫ്, ആവശ്യമായിരിക്കുക. ഓക്കെ, യെസ്. സെക്കൻഡ് പ്രിഫിക്സ് എന്ന് പറയുന്നത് എന്താണ്?
എ ബി അങ്ങനെ തന്നെയാണ് വായിക്കുന്നത് കേട്ടോ. എ ബി കഴിഞ്ഞിട്ടൊരു ഹൈഫൺ വരുന്നുണ്ട് അല്ലെ. എ ബി എന്ന് പറയുന്നത് എന്താണ്? ബിയോണ്ട്, അപ്പുറം. എ ബി എന്താണ്? ബിയോണ്ട്, അപ്പുറം. എ ബി ബിയോണ്ട്, അപ്പുറം. മൂന്നാമത്തത് ടിക്ക് ചെയ്യാം കേട്ടോ. മൂന്നാമത്തെ ടിക്ക് ചെയ്തേ. അബ്ഡോമൻ, അബ്ഡോമൻ. എന്ന് പറയുന്നത് എന്താണ്? അത് ബ്രാക്കറ്റിൽ അവിടെ ബ്രാക്കറ്റിലാക്കിയിരിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് വരുന്ന ലെറ്റർ ഏതാണ്? എൻ. ഓക്കെ, അബ്ഡോമൻ. അബ്ഡോമൻ മീൻസ് എന്താണ്? മീനിങ് എന്താണ്? സ്റ്റൊമക് അല്ലെ, സ്റ്റൊമക്, ആമാശയം. അബ്ഡോമൻ. ടിക്ക് ചെയ്യണം കേട്ടോ. മൂന്നാമത് ടിക്ക് ചെയ്യാം. ഫോർത്ത് വൺ അക്രോ. അക്രോ, അവിടെ ഒരു സ്ലാഷ് ആണ് കേട്ടോ. സ്ലാഷ് ആണ് വരുന്നത്. സ്ലാഷ് ഇട്ടതിന് ശേഷം ആയിരിക്കണം അവിടെ ഓ വരേണ്ടത് കേട്ടോ. അവിടെ ഒരു സ്ലാഷ് വരുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയാണോ കിടക്കുന്നത്? അതെ, ഓക്കെ. അക്രോ, അക്രോ എന്നാണ് വായിക്കുന്നത് കേട്ടോ. അക്രോ മീൻസ് എന്താണ്? അക്രോ, pertaining to an severity, എന്തെങ്കിലും ഒരു തീവ്രതയുമായി ബന്ധപ്പെട്ടത്. അതാണ് എന്താ അക്രോ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു തീവ്രതയുമായി ബന്ധപ്പെട്ടതിനെയാണ് നമ്മള് അക്രോ എന്ന് പറയുന്നത്. pertaining to a severity. Okay, acro. Then add എന്താണ്? to in the direction of, to അല്ലെങ്കിൽ in the direction of. to എന്ന് പറഞ്ഞ എന്താണ്? വരെ. ഇത് വരെ എന്നൊക്കെ പറയില്ല നമ്മള്. വരെ, ടു, വരെ. അല്ലെങ്കിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്ന് പറഞ്ഞ എന്താണ്? ദിശയിൽ അല്ലെ, ദിശയിൽ. മലയാളം എഴുതി പോകുന്നുണ്ടോ? ഓക്കെ. സിക്സ്ത് വൺ ടിക്ക് ചെയ്യണം കേട്ടോ. സിക്സ്ത് വൺ ടിക്ക് ചെയ്യാം. adeno, adeno, adeno. Referring to a gland, referring to a gland. അതായത് ഒരു ഗ്രന്ഥിയെ പരാമർശിക്കുന്നു. ഏതെങ്കിലും ഒരു ഗ്രന്ഥിനെ പരാമർശിക്കുന്നതാണ് എന്ത്? ഗ്ലാൻഡ്. അറിയാലോ നമുക്ക് ഗ്ലാൻഡ് എന്താണെന്ന്? ഗ്രന്ഥികൾ അല്ലെ. ഗ്രന്ഥിനെ പരാമർശിക്കുന്നതാണ് എന്ത്? adeno. ഓക്കെ, ഇത് ടിക്ക് ചെയ്യണം കേട്ടോ. സിക്സ്ത് വൺ ടിക്ക് ചെയ്യണം. സെവൻത് വൺ without forward of. അതിന്റെ മീനിങ് എന്താണ്? without forward of, ഇല്ലാതെ അല്ലെങ്കിൽ ആവശ്യത്തിന്. ഇല്ലാതെ, ആവശ്യത്തിന്. ഇല്ലാതെ അല്ലെങ്കിൽ ആവശ്യത്തിന്. ഓക്കെ. അന്ന, അന്ന, അന്ന. നെക്സ്റ്റ് എട്ടാമത്തതാണ് അന്ന. up, back, one more time. up, back, one more time. എന്താണ്? up means മുകളിൽ. back എന്താണ്? പിന്നിൽ അല്ലെ, പിന്നിലേക്ക്. then one more time എന്താണ്? ഒന്നുകൂടി. okay, one more time means ഒന്നുകൂടി. up മുകളിൽ, back പിന്നിലോട്ട്, one more time ഒന്നുകൂടി. okay. then ninth one ടിക്ക് ചെയ്യണം. ninth one നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ആൻജിയോ കേട്ടിട്ടില്ലേ? ആൻജിയോ. ആൻജിയോയുടെ കൂടെ നമ്മള് ഏത് വാക്കിന്റെ കൂടെയാണ് ആൻജിയോ ചേർക്കുന്നത്? യെസ്, പ്ലാസ്റ്റിയുടെ കൂടെ ചേർക്കുന്നതാണ് എന്ത്? ആൻജിയോ അല്ലെ. ആൻജിയോ മീൻസ് എന്താണ്? വെസൽസ് ആണ് അല്ലെ. ബ്ലഡ് വെസൽസ് ആണ് എന്ത്? ആൻജിയോ. ഓക്കെ. ആൻജിയോഗ്രാം. ആൻജിയോപ്ലാസ്റ്റി മാത്രമല്ല, ആൻജിയോഗ്രാം, ആൻജിയോഗ്രാഫി. ഓക്കെ. then 10th word ante. ante. ante means എന്താണ്? prior to forward. prior അല്ലെങ്കിൽ to forward. എന്താണ്? മുൻപ്, മുന്നോട്ട്. മുൻപ് അല്ലെങ്കിൽ മുന്നോട്ട്. ഓക്കെ, മുൻപ് അല്ലെങ്കിൽ മുന്നോട്ട്. then 11th one ആന്റി. ആന്റി വെച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ആന്റി. ആന്റി എന്താണ്? നമ്മൾ കുട്ടികൾക്ക് 5 ദിവസത്തെ കോഴ്സ് ആയിട്ടൊക്കെ കൊടുക്കുന്നത് ആന്റി ആന്റിബയോട്ടിക്സ് അല്ലെ. ഓക്കെ, അപ്പൊ ബയോട്ടിക്സിന് മുന്നിൽ ചേർക്കുന്ന സഫിക്സ് ആണ് എന്ത്? പ്രിഫിക്സ് ആണ് എന്ത്? ആന്റി. ഓക്കെ.
കാര്യം മനസ്സിലാവുന്നല്ലേ ഇപ്പൊ കണക്ഷൻസ്? ആന്റിയോ മീൻസ് സോറി ആന്റി അല്ലേ പറഞ്ഞത്. ആന്റി മീൻസ് എന്താണ്? അവേഴ്സ് ടു അല്ലെങ്കിൽ ഫോർവേഡ്. അവേഴ്സ് ടു അല്ലെങ്കിൽ ഫോർവേഡ് എന്ന് വെച്ചാൽ എന്താ? അവേഴ്സ് എന്ന് വെച്ചാൽ വിമുഖത എന്നൊരു മീനിങ് കേട്ടോ, വിമുഖത. ദെൻ ഫോർവേഡ് എന്താണ്? മുന്നോട്ട്. നിങ്ങൾ ഏതെങ്കിലും എളുപ്പമുള്ളത് നോക്കി പഠിച്ചാൽ മതി കേട്ടോ മീനിങ്. രണ്ടും നോക്കി വെക്കണം. Then അത് ടിക്ക് ചെയ്യണം കേട്ടോ. 11th വൺ ടിക്ക് ചെയ്യണേ. 11th വൺ ടിക്ക് ചെയ്യണേ. 11th വൺ ടിക്ക് ചെയ്യാം. ആർട്ടീരിയോ അങ്ങനെയാണ് വായിക്കുന്നത് കേട്ടോ. ആർട്ടീരിയോ. നമ്മൾ ആർട്ടീരിയൽ ബ്ലഡ് ഗ്ലാസസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ആർട്ടീരിയോ. ആർട്ടീരി മീൻസ് എന്താണ്? ആർട്ടീരി എന്താണ്? എന്തെങ്കിലും ധമനികളുമായി ബന്ധപ്പെട്ടത്. ആർട്ടറി. ആർട്ടറി എന്താണ്? ധമനികളുമായി ബന്ധപ്പെട്ടത്. ആർട്ടീരിയോ. ടിക്ക് ചെയ്യാട്ടോ. നെക്സ്റ്റ് വേർഡ് നമ്മളിപ്പോ പഠിച്ചു. 13th ടിക്ക് ചെയ്യണം. ആർട്ടോ. ആർട്ടോ. ഏത് വാക്കിന്റെ മുന്നിലാണ് നമ്മൾ ആർട്ടോ? ഏത് വാക്കിന് തൊട്ട് മുന്നിലാണ് നമ്മൾ ആർട്ടോ ചേർത്തത്? ഇപ്പൊ നമ്മൾ പ്രിഫിക്സ് പഠിച്ച സമയത്ത് യെസ് ആർത്രൈറ്റിസിന്റെ മുമ്പിൽ അല്ലെ? ഐറ്റിസിന് മുന്നിലാണ് നമ്മൾ ആർട്ടോ ചേർത്തത്. അതിന്റെ മീനിങ് എന്താണ്? റിട്ടേണിംഗ് ടു എ ജോയിന്റ്. റിട്ടേണിംഗ് ടു എ ജോയിന്റ് എന്താണ്? സന്ധിയുമായി ബന്ധപ്പെട്ട്. നമ്മളത് സന്ധി നീക്കം അല്ലെ? ഇൻഫ്ലമേഷൻസ് ആണ് പഠിച്ചത്. ഓക്കെ, സന്ധിയുമായി ബന്ധപ്പെട്ടതാണ് എന്താ? റിട്ടേണിംഗ് ടു എ ജോയിന്റ്. ആർട്ടോ. ടിക്ക് ചെയ്യാ. Then next ടിക്ക് ചെയ്യാ. ഓട്ടോ. ഓട്ടോ. oneself. സ്വയം. സ്വയം എന്നൊരു മീനിങ് കേട്ടോ. ഓട്ടോ oneself. സ്വയം. ഓട്ടോ oneself. 12th one ആർട്ടീരിയോ ടിക്ക് ചെയ്യണം കേട്ടോ. ആർട്ടീരിയോ ടിക്ക് ചെയ്യാം. Then 15th by. By. Two. By. Two. എന്താണ്? രണ്ട് എന്നുള്ള ഒരു മീനിങ് കേട്ടോ. ബൈ എന്താണ്? ടു. ബൈ ടു. ഇനി 60th വൺ ബയോ. എന്താണ് ബയോ വെച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ജീവശാസ്ത്രത്തിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ജീവശാസ്ത്രത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? യെസ് ബയോളജി അല്ലെ? ബയോളജി. അപ്പൊ ഓളജിയുടെ വേർഡിന് മുന്നായിട്ട് ചേർത്ത പ്രിഫിക്സ് ആണ് എന്ത്? ബയോ. ഓക്കെ, യെസ് ബയോളജി. ബിലോങ് ടു ദ ലൈഫ് അല്ലെ? ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെ? ജീവനുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ബയോളജി. സ്റ്റഡി ഓഫ് ലൈഫ്. യെസ്, വെരി ഗുഡ്. Then next എന്താണ്? 70th വൺ ടിക്ക് ചെയ്യണം കേട്ടോ. 17ാമത്തത് ടിക്ക് ചെയ്യണം. എന്താണ് 17ാമത്തത്? ബ്ലാസ്റ്റോ. ബ്ലാസ്റ്റോ അങ്ങനെയാണ് വായിക്കേണ്ടത് കേട്ടോ. ബ്ലാസ്റ്റോ. ജേം ഓർ സെൽ. എന്താണ് ബ്ലാസ്റ്റോ എന്ന് പറയുന്നത്? അണുക്കൾ അല്ലെങ്കിൽ കോശത്തെയാണ് പറയുന്നത്. ഓക്കെ, അണുക്കൾ അല്ലെങ്കിൽ ജംസ് അല്ലെങ്കിൽ സെല്ലിനെയാണ് പറയുന്നത്. ഓക്കെ, ഫോർട്ടീത്ത് ടിക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ ടീച്ചറെ ഒരു പേജ് കഴിയുമ്പോൾ ആദ്യം മുതൽ ഒന്നുകൂടി പറയുമ്പോൾ അതൊക്കെ ടിക്ക് ചെയ്തേന്ന് കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 6ഉം 7ഉം പറയണോ? നിങ്ങൾ എവിടെ പോയി അതിന്റെ ഇടയില്? 6 എന്താണ്? അഡെനോ. അഡെനോ എന്താണ്? ഒരു ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടത്. റെഫറിംഗ് ടു എ ഗ്ലാൻഡ്. ഗ്രന്ഥിയെ പരാമർശിക്കുന്നതാണ് അഡെനോ. 7 എന്താണ്? ആൻഡ്. വിത്തൗട്ട്. ഇല്ലാതെ അല്ലെങ്കിൽ ഫോർ വാണ്ട് ഓഫ്. ആവശ്യത്തിന് എന്നൊരു മീനിങ്. ഇനി ബ്ലാസ്റ്റോ എന്താണ്? ജം ഓർ സെൽ. ബ്ലാസ്റ്റോ, ജം ഓർ സെൽ. ടെർമിനോളജി പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, അല്ലെങ്കിൽ ടിക്ക് ചെയ്യുന്ന ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിരുന്നതൊക്കെ പോകും കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ. ബ്ലാസ്റ്റോ ടിക്ക് ചെയ്യാം. സെക്കൻഡ് വൺ പ്രിഫാറോ.
Blepharo belong to an eyelid. Belong to an eyelid. Eyelid എന്താണ് ഉള്ളത്? Eyelid കൺപോളയുമായി ബന്ധപ്പെട്ടത് അല്ലെ? ഇവിടെ കൺപോളയുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? Blepharo. Okay. Yes. Blepharo. ഒന്നും കൂടി അതില് ടിക്ക് ചെയ്തതൊന്നുകൂടി പറയാണ് കേട്ടോ. 3 ടിക്ക് ചെയ്തിട്ടുണ്ടല്ലോ. 3 6 9 11 12 13 14 17 18. Okay. ശരി. Yes. Next 19th word എന്താണ്? ബ്രാഡി. ഡൾ എന്നൊരർത്ഥം. ബ്രാഡി ഡൾ അഥവാ മുഷിഞ്ഞ എന്നൊരർത്ഥം കേട്ടോ. മോശമായ മുഷിഞ്ഞ എന്നൊരർത്ഥം. ബ്ലിഫാറോ. ബ്ലിഫാറോ എന്ന് വെച്ചാൽ എന്താണ്? കൺപോളയുമായി ബന്ധപ്പെട്ടത്. 18th കൺപോളയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ. നെക്സ്റ്റ് ബ്രാഡി എന്താണ്? ഡൾ മുഷിഞ്ഞ എന്നൊരർത്ഥം കേട്ടോ. ബ്രാഡി ഡൾ മുഷിഞ്ഞ. കാൽ. ഇവിടെ നമ്പർ ചിലപ്പോൾ തെറ്റി കിടക്കണായിരിക്കും കേട്ടോ. PDF നിങ്ങൾക്ക് തെറ്റ് പോലെ തോന്നുകയാണ്. 22 തന്നെ ഇവിടെ ആവർത്തിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. 19 കഴിഞ്ഞ് 22 എന്നാണ് കിടക്കുന്നത്. 20 ആണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് അല്ലേ? 22 എന്നാണ് കിടക്കുന്നത്. 20 അയക്കാൻ മതി, വേറെ ഒന്നുമില്ല അത്. ഇനി 20th പറയുന്നത് എന്താണ്? കാൽക്ക്. സ്റ്റോൺ ഹീൽ. അത് 20 അയക്കാൻ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. കാൽക്ക് എന്താണ്? സ്റ്റോൺ ഹീൽ. കല്ല് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പൂറ്റിനൊക്കെ പറയും. നമ്മുടെ കാലിന്റെ ഉപ്പൂറ്റിനെയാണ് നമ്മുടെ ഹീൽസ് എന്ന് പറയില്ലേ? ഹീൽ. ഓക്കെ. കാൽക്ക്. കാൽക്ക്. ഓക്കെ. ദെൻ കാർഡിയോ. കാർഡിയോ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? കാർഡിയോ ബിലോങ് ടു ഹാർട്ട് അല്ലെ? ബിലോങ്ങിങ് ടു ഹാർട്ട്, ഹൃദയവുമായി ബന്ധപ്പെട്ടത്. ബിലോങ്ങിങ് ടു ഹാർട്ട്. Then 22 സെഫാലോ. സെഫാലോ. സെഫാലോ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബിലോങ്ങിങ് ടു ദ ഹെഡ്, തലയുമായി ബന്ധപ്പെട്ടത് കേട്ടോ. ബിലോങ്ങിങ് ടു ദ ഹെഡ്. സെഫാലോ. ഓക്കെ. സെഫാലോ. 23 ഇല്ല, ടിക്ക് ചെയ്യാനുള്ളത് ടീച്ചർ പറയാം കേട്ടോ. സെഫാലോ. ഇനി കുറെ ടിക്ക് ചെയ്ത് തന്നാൽ നിങ്ങൾ എങ്ങനെ പഠിക്കും? എന്തോരം ഉണ്ട് മെഡിക്കൽ ടൈംസ്? അതുകൊണ്ടാണ് ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ടാണ് കേട്ടോ. ഹെഡുമായി ബന്ധപ്പെട്ടാകുമ്പോൾ നമ്മൾ ടിക്ക് ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചു അല്ലെ? എല്ലാ വേർഡ്സും വരുന്നില്ല. ക്വസ്റ്റ്യൻസ് ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ടേംസ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. വൈയോ. നെക്സ്റ്റ് സെറിബ്രോ. സെറിബ്രോ ടിക്ക് ചെയ്യാട്ടോ. സെറിബ്രോ. Cerebro belong to the cerebrum, a part of the brain. അല്ലെ? cerebro അറിയാലോ നിങ്ങൾക്ക്. പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ് എന്താ? cerebrum എന്ന് പറയുന്നത്. ആണ് എന്താ? cerebro. Okay. cerebro ടിക്ക് ചെയ്യാം. cerebro ടിക്ക് ചെയ്യാം. Then 24 cervico. cervico. cervico belong to the neck or uterine cervix. belong to the neck or uterine cervix. എന്താണ്? എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഗർഭാശയവുമായി ബന്ധപ്പെട്ട അല്ലെ? ഗർഭാശയവുമായി ബന്ധപ്പെട്ടതാണ് എന്താ? cervico. ഓക്കെ. cervico. നെക്കോ? നെക്കല്ലടോ. cervico. ഗർഭാശയവുമായി ബന്ധപ്പെട്ടത്. Then 25th cole.
കോളെ ട്ടോ കോളെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബിലോങ് ടു ബൈൽ ഓർ ഗൾ, നമ്മുടെ പിത്തരസവുമായി ബന്ധപ്പെട്ടത്. പിത്തരസം ബൈൽ ട്ടോ പിത്തരസവുമായി ബന്ധപ്പെട്ടത്. കോളെ ട്ടോ കോളെ കോളെ Next one, contrio, contrio, contrio. Sorry, contro ആണ് ട്ടോ. Contro, contro. ശ്രദ്ധിക്കുക. Contro belong to cartilage. Belong to cartilage. എന്താണ്? നമ്മുടെ തരുണാസ്ഥിയുമായി ബന്ധപ്പെട്ടത്. Cartilage എന്താണ്? തരുണാസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? Contro ട്ടോ. Contro. Okay. Contro. Okay. Then 27. 26 ഒന്നുകൂടി പറയണോ? Contro, contro. തരുണാസ്ഥിയിൽ പെട്ടത്. തരുണാസ്ഥിയുമായി പെട്ടതാണ് എന്ത്? Contro എന്ന് പറയുന്നത്. Okay. 27. Circum. Circum. ശ്രദ്ധിക്കുക. Circum. On all sides about. On all sides about. എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ വശങ്ങളും അല്ലെങ്കിൽ ഏകദേശം എന്നതാണ് കേട്ടോ. എല്ലാ വശങ്ങളും അല്ലെങ്കിൽ ഏകദേശം. സർക്കിൾ എന്താണ്? on all sides അല്ലെങ്കിൽ about. ഓക്കെ. സർക്കിൾ സർക്കിൾ ആ then 28th ടിക്ക് ചെയ്യാം. 28th ടിക്ക് ചെയ്യാം. 28 28. Contra, contra, against, opposite. എതിരെ അല്ലെങ്കിൽ എതിരെ എന്നൊരു മീനിങ് കേട്ടോ. എതിരെ. Contra means against അല്ലെങ്കിൽ opposite. Contra ടിക്ക് ചെയ്യാം. 29. Costo, costo. 29. Costo belong to a rib. Belong to a rib എന്ന് പറഞ്ഞാൽ നമ്മുടെ വാരിയലുമായി ബന്ധപ്പെട്ടത് കേട്ടോ. വാരിയലുമായി ബന്ധപ്പെട്ടതാണ് ഇത്. Costo കേട്ടോ. 29. Costo. Then 30. Cyano, cyano. Blue. Blue എന്താണ്? ബ്ലൂ കളറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ? നീല. സയാനോ എന്താണ്? ബ്ലൂ നീല. സയാനോ ബ്ലൂ നീല. ഓക്കെ. Then 31 ടിക്ക് ചെയ്യണം. 31 ടിക്ക് ചെയ്യണം. 31. Cysto, cysto, cysto. Relating to the bladder. മൂത്രസഞ്ചിയുമായി ബന്ധപ്പെട്ടത്. Relating to bladder. മൂത്രസഞ്ചിയുമായി ബന്ധപ്പെട്ടത്. എന്താണ്? സിസ്റ്റോ ടിക്ക് ചെയ്യണം കേട്ടോ. 31 ടിക്ക് ചെയ്യണം. 31 ടിക്ക് ചെയ്യണം. ഓക്കെ. 32 ടിക്ക് ചെയ്യണം. 32 ടിക്ക് ചെയ്യണം. സൈറ്റോ, സൈറ്റോ, സൈറ്റോ. സെല്ലുമായി ബന്ധപ്പെട്ടത്. റിലേറ്റിംഗ് ടു സെൽ. റിലേറ്റിംഗ് ടു എ സെൽ കേട്ടോ. സൈറ്റോ എന്താണ്? സൈറ്റോളജി കേട്ടിട്ടില്ലേ? ഓക്കെ. ആ സൈറ്റോപ്ലാസം. T. B. എന്താണ്? ഡൗൺ ഫ്രം താഴേക്ക്. ടി ഡൗൺ ഫ്രം താഴേക്ക്. ടി ഡൗൺ ഫ്രം താഴേക്ക്. 34 ടിക്ക് ചെയ്യണം. 34 ടിക്ക് ചെയ്യാം. ഡെർമറ്റോ, ഡെർമറ്റോ. ഓളജിയുടെ കൂടെ ഡെർമറ്റോ ചേർത്താൽ എന്തായിരിക്കും? ഡെർമറ്റോളജി. ഓക്കെ.
ഡെർമറ്റോ റിലേറ്റഡ് ടു ദ സ്കിൻ അല്ലെ, സ്കിന്നുമായി ബന്ധപ്പെട്ടത്. ടിക്ക് ചെയ്യണേ, 34 ടിക്ക് ചെയ്യണം. 35 ഡൈ, 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 2 times double, 2 times double. എന്താണ്? 2 തവണ ഇരട്ടി എന്നുള്ള ഒരു മീനിങ് കേട്ടോ. 2 തവണ അല്ലെങ്കിൽ ഇരട്ടി എന്നുള്ള ഒരു മീനിങ്. 2 times അല്ലെങ്കിൽ ഡബിൾ. ഓക്കെ, അതങ്ങനെ ഈ പേജ് ഒന്ന് കംപ്ലീറ്റ് എടുത്തേക്കട്ടെ, 42 വരെ. ഓക്കെ, അടുത്ത എന്താണ്? 36 ഡയാ, 36 ഡയാ, ത്രോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി, ത്രോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി, വഴി അല്ലെങ്കിൽ പൂർണ്ണമായും എന്നൊരർത്ഥം കേട്ടോ. വഴി അല്ലെങ്കിൽ പൂർണ്ണമായും എന്നൊരർത്ഥം. ആ, ഡയഫ്രം എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, നെക്സ്റ്റ് ഡിസ്, ഡിസ് എന്നാണ് വായിക്കുന്നത് കേട്ടോ. ഡിസ്, ഡിസ്, തോ, സോറി, തോ അല്ലെങ്കിൽ എന്താണ്? അഗോണൈസിങ്, അഗോണൈസിങ്, അബ്നോർമൽ. എന്താണ്? ഇവിടെ ടഫ് എന്നാണ് വായിക്കുന്നത് കേട്ടോ. ടഫ്, ടഫ്, അഗോണൈസിങ്, അബ്നോർമൽ. ടഫ് എന്ന് വെച്ചാൽ കഠിനമായ കേട്ടോ, കഠിനമായ. അഗോണൈസിങ് എന്ന് വെച്ചാൽ കഠിനമായ വേദന അല്ലെങ്കിൽ കഠിന വേദന എന്ന് പറയും നമ്മൾ. ഓക്കെ, അല്ലെങ്കിൽ അബ്നോർമൽ എന്ന് വെച്ചാൽ എന്താ? അസാധാരണമായ എന്നൊരർത്ഥം കേട്ടോ. അബ്നോർമൽ, അസാധാരണമായ, അങ്ങനെ 3 രീതിയിലാണ് അതിനർത്ഥം വരുന്നത്. യെസ്, എന്താണ്? കഠിനമായ അല്ലെങ്കിൽ അഗോണൈസ്, കഠിന വേദന അല്ലെങ്കിൽ അസാധാരണമായ. ഓക്കെ, then 38 എക്ടോ, എക്ടോ, ഔട്ട് ഫ്രം, പുറത്തു നിന്ന്. ടഫ് മീനിങ് എന്ന് വെച്ചാൽ എന്താണോ? കഠിനം. ടഫ് എന്ന് പറയില്ലേ നമ്മള്. എക്ടോ എന്താണ്? ഔട്ട് ഫ്രം, പുറത്തു നിന്ന്. എക്ടോ ഔട്ട് ഫ്രം, പുറത്തു നിന്ന്. എക്ടോ ഔട്ട് ഫ്രം, പുറത്തു നിന്ന്. 39 ടിക്ക് ചെയ്തേ. 39 ഇലക്ട്രോ, ഇലക്ട്രോ, 39 ടിക്ക് ചെയ്യാട്ടോ. ഇലക്ട്രോ റിലേറ്റിംഗ് ടു ഇലക്ട്രിസിറ്റി. ഇലക്ട്രോ കാർഡിയോഗ്രാം ല്ലേ? ഇലക്ട്രിസിറ്റി, ഇലക്ട്രോ ടിക്ക് ചെയ്യുക, റിലേറ്റിംഗ് ടു ഇലക്ട്രിസിറ്റി. Then endo, 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 39 ടിക്ക് ചെയ്യണം കേട്ടോ. 39 ടിക്ക് ചെയ്യണം. 40 എൻഡോ എന്ന് വെച്ചാൽ ഇൻസൈഡ്, അകത്ത്. എൻഡോ മീൻസ് ഇൻസൈഡ്, അകത്ത്. എൻഡോസ്കോപ്പി എന്നൊക്കെ കിട്ടില്ല നമ്മള്. എൻഡോസ്കോപ്പി. Then 41 ടിക്ക് ചെയ്തേ. 41 ടിക്ക് ചെയ്തേ. 41 എൻജറോ, എൻജറോ. എന്താണ്? എൻജറോ റിലേറ്റിംഗ് ടു ദ ഇൻസ്റ്റെസ്റ്റിനസ്. എന്താണ്? നമ്മുടെ കുടലുമായി ബന്ധപ്പെട്ടത്. ഇൻറ്റെസ്റ്റിനസ് അല്ലെങ്കിൽ റിലേറ്റഡ് ടു ദ ഇൻറ്റെസ്റ്റിനസ് എന്ന് പറയുന്നത് കുടലുമായി ബന്ധപ്പെട്ടതാണ്. എന്ത്? എൻറ്റേരിയോ, എൻറ്റേരിയോ. ഇൻഡസ്റ്റൈനുമായി ബന്ധപ്പെട്ടത് കേട്ടോ. ഇൻഡസ്റ്റൈൻസുമായിട്ട് ബന്ധപ്പെട്ടത്. 41 ടിക്ക് ചെയ്യണം. 41 ടിക്ക് ചെയ്യണം. 42 എപ്പി, 42 എപ്പി. എപ്പി എന്താണ്? അപ്പോൺ അല്ലെങ്കിൽ ഓൺ. അപ്പോൺ മീൻസ് മുകളിൽ അല്ലെങ്കിൽ എന്താണ്? എപ്പിഡമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ നമ്മൾ? അത് തന്നെ. വെരി ഗുഡ്. ഓൺ അല്ലെങ്കിൽ സമീപം എന്നതർത്ഥം. അപ്പോൺ മുകളിൽ അല്ലെങ്കിൽ ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സമീപം എന്നതർത്ഥത്തില്. ഓക്കെ, ഈ പേജിൽ ഒന്നും കൂടി ടിക്ക് ചെയ്യാനുള്ളത് ഞാൻ പറയാണ്. 23 നോക്കുക കേട്ടോ. 23, 28, 31, 32, 34, 39, 41, 39, 41. ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. ഇത്രയും ഭാഗങ്ങൾ എടുത്ത് അത്ര ഒന്നുകൂടി നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ.
ഫ്രീ ആകുന്ന സമയത്ത് നന്നായിട്ട് വായിച്ചു വെക്കുക. ഓക്കെ ആണോ? ക്ലാസ് ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടില്ലെന്ന് ആരെങ്കിലും പറയോ ടീച്ചറായിട്ട്? അങ്ങനെ ഞങ്ങൾ മുഖത്ത് നോക്കി പറയോ? അല്ലെ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പറഞ്ഞതെല്ലാം മനസ്സിലാവുന്നുണ്ടോ? പേര് ആതിര. കോർഡിനേറ്റർ ടീച്ചർ പറഞ്ഞിരുന്നു കേട്ടോ. എന്റെ പേര് ആതിര എന്നാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് അല്ലെ? പിന്നെ ബാക്കി ക്ലാസ്സുകളിൽ നമുക്ക് കാണാം പ്രിഫിക്സ്, സഫിക്സ്, റൂട്ട് വേർഡ് അബ്രിവേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. ചില ടീച്ചേഴ്സിന്റെ അവരെ പോർഷൻസ് തീരാണെങ്കിൽ ചില ടീച്ചർമാർ ഇതിന്റെ ബാക്കി പോർഷൻസ് എടുക്കുമായിരിക്കും കേട്ടോ. ആ, വേറെ ആതിര മിസ്, അത് ആതിര PP മിസ് ആണ്. ഞാൻ ആതിര KS ആണ്. ശരി, ഓക്കെ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. Okay.